വീക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഉറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഉറക്കം എന്നെ ചതിച്ചു. രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റു. എൻ്റെ പാടെ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അതിനുശേഷം നമ്മൾ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ടാബ്ലറ്റ് എടുത്ത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു. 10 മണിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു 9:30 ആയപ്പോഴേക്കും റെഡി ആയിട്ട് ഇറങ്ങി. ഡ്രൈവിംഗ് ക്ലാസ്സിന് 8 എടുത്ത് ക്ഷീണിച്ചപ്പോൾ നേരെ വന്നത് ലക്ഷ്മി ഹോട്ടലിലാണ്. തുപ്രാരമ്പലത്തിൻ്റെ അപ്പുറത്തെ. ഇവിടുത്തെ നെയ് റോസ്റ്റിൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഏറെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സരയൂതി എടുത്ത് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ ലവ് നെക്സ്റ്റ് ഡോറിൻ്റെ 14th എപ്പിസോഡ് ഇരുന്ന് കണ്ടു. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കേട്ടറാം ഏതാണെന്ന് പറയണേ. അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ പരിപ്പുവട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പുവട കഴിച്ചു. ഉച്ചക്കലത്തെ ഫുഡ് 2 മണിയായി കഴിക്കുമ്പോൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛൻ വന്ന് പറഞ്ഞത് നാളെ തൊട്ട് വ്രതമാണ്. കേൾക്കുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും തൊട്ട് മുന്നിൽ ബിരിയാണി ആയതുകൊണ്ട് ആ സങ്കടം വകവെച്ചില്ല. ബിരിയാണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി മസാല ഇല്ലാത്ത ബിരിയാണിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇതിലധികം മസാലയില്ല. അതുപോലെ തന്നെ ഇവരുടെ സാലഡും അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെരിങ്ങോട്ടുള്ള മദീനയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബിരിയാണി അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് എസെൻസ് ഇട്ട് വെറുപ്പിക്കില്ല, നമുക്ക് മടുപ്പുണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം ബിരിയാണി. പിന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. ഈവനിങ് സ്നാക്കായിട്ട് കൊക്കുവടയാണ് ഉണ്ടായിരുന്നത്. ചായ ഞാൻ കുടിക്കാത്തതുകൊണ്ട് കൊക്കുവടയും വെള്ളം കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഇളം വെയിലും കൊണ്ട് കിടക്കണ മുതലാണ് കപ്പു. ഇതിനെനിക്ക് കിട്ടുന്നത് പ്രളയകാലത്താണ്. ഇപ്പോൾ ഇവനൊരു 5-6 വയസ്സുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ തലയിലും കവിളിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറെ പൂച്ചക്കുട്ടികളുണ്ടെങ്കിൽ കൂടിയും കുറച്ചും കൂടെ ബോണ്ട് എനിക്ക് ഇവനോടാണ്. കറക്റ്റ് 6 മണിയാകുമ്പോൾ തെപ്രാറമ്പലത്തിൽ നെയ്മിടി പൊട്ടും. ആ നെയ്മിടി പൊട്ടുമ്പോൾ അച്ഛനിവിടെ വിളക്ക് വയ്ക്കും. അച്ഛൻ അങ്ങനത്തെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ വൃത്തിയിൽ ചെയ്യണം. അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയതായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണാം. ഒരു 8 മണിക്ക് ആയപ്പോഴേക്കും നമ്മൾ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തു. രാവിലത്തെ പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വെച്ച് കാണിച്ചിട്ടില്ല. അതിൽ നമ്മൾ കഴിക്കുന്നത് സാലഡാണ്. പുളിപ്പില്ലാത്ത കേടും അതുപോലെ തന്നെ ക്യൂക്കുംബറും സോൾട്ടും ഇട്ടിട്ടുള്ളൊരു സാലഡാണ്. ഈ സാലഡ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വരുന്നുണ്ട്. തൈറോയിഡ് ഉള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. 59 നിന്ന് 55 ആയിട്ടുണ്ട്. എന്നാൽ കൂടിയും ഒരു ഡയറ്റ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 9 മണി 9:30 ആകുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. പ്രീ പ്ലാൻ ചെയ്യാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ലേസി ഡേ എന്ന് തന്നെ പറയാം. താങ്ക്